അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഗ്രീൻ ബിസ്ക്കറ്റ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനുവേണ്ടി നമുക്കൊരു ചട്ടിയിലേക്ക് നമുക്കൊരു 4 ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു സവോള അതുപോലെ കനം കുറച്ച് അരിഞ്ഞിട്ട് അത് ചേർത്ത് കൊടുക്കാം. പൊടിയായിട്ട് അരിഞ്ഞിട്ട് വേണം ചേർക്കാനായിട്ട്. അതിലേക്ക് നമുക്കൊരു ചെറിയ പീസ് ഇഞ്ചി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് അത് ചേർത്ത് കൊടുക്കാം. ഒരു 4 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരു ക്യാരറ്റ് ഒരു ചെറിയ ക്യാരറ്റ് അരിഞ്ഞിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതുപോലെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു അരമുറി തക്കാളി ഇതുപോലെ കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കാം. പൊടിയായിട്ട് എല്ലാം പൊടിയായിട്ട് വേണം നമ്മൾ അരിഞ്ഞെടുക്കാനായിട്ട്. അതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ തന്നെ ഗരം മസാല 1 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിൻ്റെ പച്ചപ്പൊക്കെ പറഞ്ഞവർ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് ഗ്രീൻ പീസാണ്. ഗ്രീൻ പീസ് നമുക്ക് നമ്മൾ സാധാരണ ഗ്രീൻ പീസ് വേവിക്കുന്ന പോലെയാണ്. 200 ഗ്രാം ഗ്രീൻ പീസാണ് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം വേവിച്ചെടുത്താണ്. ഉപ്പ് ചേർത്ത് വേവിച്ചാണ്. കുറച്ച് വെള്ളത്തിലാണ് വേവിച്ചെടുത്തത്. അത് ഉടയാണ്ട് നമ്മൾ വേവിച്ചെടുക്കാം. അതിലേക്ക് നമുക്കൊരു 300 മില്ലി പശുവിൻ്റെ പാൽ വെച്ചെടുക്കാം. മിൽമ പാലാണ് നമ്മൾ എടുത്തത്. അത് ചേർത്തിട്ട് തിളയ്ക്കുന്നതിൽ ഉപ്പ് ഇടാൻ നമുക്കൊരു 1/2 ടീസ്പൂണ് കുറച്ച് അരിപ്പൊടി ഇതുപോലെ കുറച്ച് വെള്ളത്തിൽ ചേർത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. അത് തിളയ്ക്കുന്നതിൽ ഉപ്പ് ഇടാൻ നമ്മൾ ചേർത്ത് കൊടുക്കണം. ചെറിയതിലിട്ട് അതിനുശേഷം നമുക്ക് ചെറിയതിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് അടിപൊളിയായിട്ടുള്ള ഗ്രീൻ പിസറാണ്. നാളികേരമൊന്നും ചേർക്കാണ്ട് തന്നെ നമുക്ക് നല്ല ടേസ്റ്റായിട്ട് അതിനേക്കാളും ടേസ്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ഗ്രീൻ പിസറാണ് ഇത്. നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി നമ്മൾ ഗ്രീൻ പീസിനോട് ഉപ്പിട്ട് വേവിച്ചുകൊണ്ട് പോരാത്ത നമുക്ക് ഇങ്ങനെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായി കുറുകി നല്ല അടിപൊളിയായിട്ട് ഗ്രീൻ പീസ് കറി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാ പലഹാരത്തിൻ്റെ കൂടെ നമുക്കിത് അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഇത് ചില റെസ്റ്റോറൻറ്റുകളിലൊക്കെ ഇങ്ങനെയാണ് നമ്മളിത് ഗ്രീൻ പീസ് കറി നമുക്ക് ഉണ്ടാക്കി തരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റെസ്റ്റോറൻറ്റുകളൊക്കെ ഇങ്ങനെ പശുവും പാൽ ചേർത്തിട്ടാണ് നമ്മളിതുപോലെ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കി തരിക. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു ഐറ്റംസ് ആയിട്ട് നമുക്ക് വീണ്ടും